പുടിൻ അഞ്ചാം തവണയും റഷ്യയുടെ പ്രസിഡന്റാകുമ്പോൾ ലോകം പുടിൻ്റെ പേരിൽ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പുടിൻ ഏകാധിപതിയാണെന്നും തെരഞ്ഞെടുപ്പ് പ്രഹസനമാണെന്നും പാശ്ചാത്യ ലോകം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ചൈനയും വടക്കൻ കൊറിയയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും പുടിനെ അഭിനന്ദിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനെ അഭിനന്ദിച്ചവരിൽ ഉൾപ്പെടുന്നു. മൂന്നാം ലോക യുദ്ധമുണ്ടാകും എന്ന് ഭീഷണി മുഴക്കിയാണ് പുടിൻ്റെ അഞ്ചാം ഊഴം. എന്തൊക്കെയാകും പുടിൻ്റെ ഭാവി? ദേശാന്തരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയായിരുന്നു റഷ്യയിൽ തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷ നേതാക്കളാരും ബാലറ്റ് പേപ്പറിൽ ഉണ്ടായിരുന്നില്ല. മുഖ്യ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി കഴിഞ്ഞ മാസം ജയിലിൽ മരിച്ചിരുന്നു. പുടിനാണ് നവൽനിയെ കൊന്നത് എന്നാണ് പാശ്ചാത്യ ലോകം ആരോപിച്ചത്. പ്രതിപക്ഷത്തെ പ്രമുഖനായ മറ്റൊരു നേതാവ് ബോറിസ് നഡർഷിൻ പുടിനെതിരെ മത്സരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നാമനിർദ്ദേശ പത്രിക തള്ളി. സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നവരുടെ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രിക തള്ളിയത്. യുക്രൈൻ യുദ്ധത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച മറ്റൊരു നേതാവ് യെക്കറ്റീന ഡെൻസോവയുടെ പത്രികയും തള്ളി. പുടിന് പുറമെ 3 സ്ഥാനാർത്ഥികളാണ് ബാലറ്റ് പേപ്പറിൽ ഉണ്ടായിരുന്നത്. 3/4 നൂറ്റാണ്ടുകാലം സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായി നിക്കോളായ് ഗാരിറ്റോണയായിരുന്നു ഒരാൾ. തീവ്ര ദേശീയവാദികളുടെ കക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ലിയോണിഡ് സ്ലെസ്കിയും ഉണ്ടായിരുന്നു. യാഥാസ്ഥിക കക്ഷിയായ ന്യൂ പീപ്പിൾസ് പാർട്ടിയിലെ വ്ളാഡിസ്കോവ് ഡൊവോൻസ്കോവാണ് മറ്റൊരു സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമാണ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ പുടിനെ സഹായിക്കുക മാത്രമായിരുന്നു ഈ സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം എന്നാണ് ആരോപണം. യുക്രൈനിലെ യുദ്ധത്തോടുൾപ്പെടെ പുടിനെ അനുകൂലിക്കുന്ന നിലപാടാണ് 3 പേർക്കും ഉണ്ടായിരുന്നത്. ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പിനെതിരെ റഷ്യയിൽ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ അരങ്ങേറി. നട്ടുച്ച സമരമായിരുന്നു മുഖ്യം. പുടിൻ വിമർശകർ ഉച്ചയ്ക്ക് ഒന്നിച്ച് വോട്ട് ചെയ്യാനെത്തിയായിരുന്നു പ്രതിഷേധം. പരസ്യമായി ചിലരെങ്കിലും പുടിനെതിരെ ഒച്ചവെച്ചു. ബാലറ്റ് പേപ്പറുകളിൽ പുടിനെതിരെ കള്ളൻ, കൊലയാളി എന്നെല്ലാം എഴുതിവെച്ച് അമർഷം രേഖപ്പെടുത്തിയ ചിലരുമുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഏതായിരുന്നാലും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. 87% വോട്ടുകൾ പുടിന് കിട്ടിയെന്നാണ് റഷ്യയിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് 5% വോട്ടുകൾ പോലും ലഭിച്ചില്ല. വലിയ ആഘോഷത്തോടെയാണ് പുടിൻ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിച്ചത്. യുക്രൈൻ യുദ്ധത്തിന് റഷ്യക്കാർ നൽകുന്ന പിന്തുണ കൂടിയാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പുടിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഹസനമാണ് എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിച്ചത്. ജനാധിപത്യപരമായും രാഷ്ട്രീയമായും ആശങ്കപ്പെടുത്തുന്ന അടിച്ചമർത്തലുകൾ നടന്ന തെരഞ്ഞെടുപ്പാണിത് എന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും നേതാക്കളുമെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അധിനിവേശ പ്രദേശങ്ങളിൽ സ്വന്തം തെരഞ്ഞെടുപ്പ് നടത്തുക വഴി റഷ്യ വീണ്ടും രാജ്യാന്തര നിയമലംഘനം നടത്തിയെന്നും യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ചൂണ്ടിക്കാട്ടി അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും ആരോപിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ തുടങ്ങിയവർ പുടിനെ പ്രശംസിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മറ്റു ചില നേതാക്കളും പുടിന് ആശംസകൾ അറിയിച്ചു. രാജഭരണം അവസാനിച്ചതിന് ശേഷമുള്ള റഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം അഥവാ 29 വർഷം അധികാരത്തിലിരുന്നത് സോവിയറ്റ് ഏകാധിപതിയായിരുന്ന ജോസഫ് സ്റ്റാലിനാണ്. പുടിൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായി 24 വർഷമാണ് അധികാരത്തിലിരുന്നത്. ഇനിയും 6 വർഷം കൂടി അധികാരത്തിൽ തുടർന്നാൽ 2030 ഭരണത്തിൽ പുടിൻ 30 വർഷം പൂർത്തിയാക്കും. അതോടെ സ്റ്റാലിൻ്റെ റെക്കോർഡിനെ പുടിൻ മറികടക്കും. ജോർജ് ബുഷ് മുതൽ ജോ ബൈഡൻ വരെ 5 അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കാലത്ത് റഷ്യ ഭരിച്ച നേതാവാണ് പുടിൻ. അപ്പോഴൊന്നും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് പുടിൻ വഴങ്ങിയിട്ടില്ല. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്നും ട്രംപിന് മുമ്പ് പ്രസിഡന്റാക്കിയത് പോലും പുടിനാണ് എന്നുള്ള ആരോപണവും കേസുമൊക്കെയുണ്ട്. തങ്ങൾക്ക് വഴങ്ങാത്ത പുടിനെ സ്വച്ഛാധിപതിയായി മുദ്രകുത്തുകയാണ് അമേരിക്കൻ ചേരി എന്നാണ് പുടിൻ ആരാധകരുടെ വാദം. ഗോർബച്ചേവിന് ശേഷം പാശ്ചാത്യ ശക്തികളുടെ കണ്ണിലുണ്ണിയായിരുന്ന റഷ്യൻ പ്രസിഡന്റ് ബോറിസ് യെൽസിനാണ് പുടിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അതേ പുടിൻ അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യൻ സൈനിക സഖ്യമായ നാറ്റോയും റഷ്യയും ഇപ്പോൾ മുഖാമുഖം നിൽക്കുകയാണ്. യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തടയുക എന്നതായിരുന്നു റഷ്യയുടെ യുദ്ധലക്ഷ്യം. തങ്ങളുടെ അതിർത്തിയിൽ നാറ്റോയ്ക്ക് ഒരു താവളമുണ്ടാകുന്നത് റഷ്യക്ക് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. എന്നാൽ യുക്രൈനേക്കാൾ റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഫിൻലൻഡിനെയും അതിനുശേഷം ഇപ്പോൾ സ്വീഡനെയും നാറ്റോയുടെ ഭാഗമാക്കി അമേരിക്ക മാറ്റി. ഇത് പുടിന് വലിയൊരു തിരിച്ചടിയാണ്. ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് പുടിൻ ഇപ്പോൾ പറയുന്നത്,
മൂന്നാം ലോകയുദ്ധം ഒരു ചുവട് അകലെ മാത്രമാണ് എന്ന്. റഷ്യയും US നേതൃത്വം നൽകുന്ന നാറ്റോ സൈനിക സഖ്യവും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണെങ്കിൽ മൂന്നാം ലോകയുദ്ധത്തിൻ്റെ സാധ്യതയുണ്ട് എന്ന് പുടിൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. റഷ്യയുടെ പരമാധികാരത്തിനെതിരെ ഭീഷണി ഉയർന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന് പുടിൻ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. റഷ്യക്ക് അപമാനത്തിൻ്റെ പതിറ്റാണ്ട് എന്ന് വിളിക്കപ്പെട്ട 1990കളിൽ യെൽസിൻ നഷ്ടപ്പെടുത്തിയ സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപം വീണ്ടെടുക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് പുടിൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാം ഊഴത്തിൽ പുടിൻ്റെ ചുവടുകൾ എന്തായിരിക്കുമെന്നും അതിന് കൂടെ ആരൊക്കെ ഉണ്ടാകും എന്ന് കാത്തിരിക്കുകയാണ് ലോകം.